ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ വിനാശം വിതച്ച ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 165. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 1000-ഓളം പേരെ ഇതിനകം രക്ഷപ്പെടുത്തി. വയനാട്ടിലേത് വൻ ദുരന്തമാണെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഗവർണർ വയനാട്ടിലെത്തി. രക്ഷാപ്രവർത്തനം വിലയിരുത്താൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പാരീസ് ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ PV സിന്ധുവും ലക്ഷ്യ സെന്നും HS പ്രണോയും ഇന്ന് കളിക്കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. വയനാട്ടിൽ വിനാശം വിതച്ച ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 165. 1000-ലേറെ ആളുകളെയാണ് ദുരന്തഭൂമിയിൽ നിന്നും ഇതിനകം രക്ഷപ്പെടുത്തിയത്. 100-ഓളം പേരെ ഇപ്പോഴും കാണാനില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. 175-ഓളം പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. 123 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. രണ്ടാം ദിനമായ ഇന്ന് രാവിലെ 7 മണി മുതൽ രക്ഷാദൌത്യം പുനരാരംഭിച്ചിരുന്നു. റിസോർട്ടുകളിലും മറ്റും കുടുങ്ങിയ നിരവധി പേരെ ഇന്ന് രക്ഷപ്പെടുത്തി. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച മുണ്ടക്കയിലും ചൂരൽമലയിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ചെളിയും കൂറ്റൻ പാറക്കല്ലുകളും തിരച്ചിൽ ദുഷ്കരമാക്കുന്നുണ്ട്. വയനാട്ടിൽ 45 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3000-ലേറെ പേരാണ് കഴിയുന്നത്. മന്ത്രിമാരായ കെ രാജൻ, PA മുഹമ്മദ് റിയാസ്, OR കേളു, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ സംഭവസ്ഥലത്ത് തങ്ങി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും ഇന്നലെ വയനാട്ടിലെത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ സ്ഥിതി നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായും വിവിധ സേനാവിഭാഗങ്ങൾ സംയുക്തമായി രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2 കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഔദ്യോഗിക ദുഃഖാചരണം തുടരുകയാണ്. വയനാട് ദുരന്തത്തിൽ മരിച്ച 100-ലേറെ പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളും വയനാട്ടിലേക്ക് അല്പസമയത്തിനകം എത്തിക്കും. മേപ്പാടി, മുണ്ടക്കൈ, അട്ടമല മേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. മേപ്പാടി മുണ്ടക്കയം ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ഓരോ മണിക്കൂർ കഴിയുന്നതോറും മരിച്ചവരുടെ എണ്ണം കൂടി വരികയാണ്. മുണ്ടക്കയം അട്ടമല പ്രദേശത്താണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുന്നത്. നേവിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിരുന്നവർക്ക് ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഭക്ഷണം എത്തിച്ചു നൽകുകയാണ്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഇവിടെ സന്ദർശനം നടത്തി എല്ലാ പിന്തുണയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 5ഓളം വരുന്ന മന്ത്രിസംഘവും ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിൽ നിലമ്പൂരിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. 40 മൃതദേഹങ്ങളാണ് നിലമ്പൂരിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നത്. ചാലിയാറിന്റെ ഇരുകരകളിലും തിരച്ചിൽ തുടരുന്നുണ്ട്. വയനാട്ടിലേത് വൻ ദുരന്തമാണെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. 2 പ്രളയങ്ങളെയും അതിജീവിച്ചവരാണ് നമ്മളെന്നും ഇതും അതുപോലെ അതിജീവിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഗവർണർ വയനാട്ടിലെത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗം ആരംഭിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്താണ് യോഗം പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വിവിധ വിഭാഗങ്ങളുടെ ചുമതലയിലുള്ളവർ യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കുന്നു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിനുള്ള ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. നിർമ്മാണ സാമഗ്രികൾ വ്യോമസേന വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം 17 ട്രക്കുകളിലായി വയനാട്ടിലെത്തിക്കും. പാലം പൂർത്തിയാകുന്നതോടെ രക്ഷാപ്രവർത്തനത്തിന് വേഗമേറും. മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്നവർ വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കണ്ണൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. വയനാട് വഴി പോകുന്നതിന് പകരം ഇരിട്ടി കൂട്ടുപുഴ റോഡ് വഴി യാത്ര ചെയ്യണമെന്നാണ് നിർദ്ദേശം. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്ക് ഒഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മുണ്ടക്കൈ ദുരിതമേഖലയിലേക്ക് രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിന് ഗതാഗത തടസ്സമുണ്ടാക്കാതിരിക്കാനാണ് ചുരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വയനാട് ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത മേഖലയിലേക്ക് അനാവശ്യമായ സന്ദർശനം ഒഴിവാക്കേണ്ടതാണെന്ന് സർക്കാർ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്നും പൊതുജനങ്ങളോട് സർക്കാർ അഭ്യർത്ഥിച്ചു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മുഖേന സഹായം നൽകാം. ദുരിതാശ്വാസ സഹായമായി സാധനങ്ങൾ വാങ്ങിയവർ അതാത് ജില്ലയിലെ കളക്ടറേറ്റിൽ 1077 എന്ന നമ്പറിൽ അറിയിക്കണം.
വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മധ്യ കേരളത്തിലും ശക്തമായ മഴയുണ്ടാകും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ പിടിക്കാൻ പോകരുത്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആകാശവാണി ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകൾ ഉച്ചയ്ക്ക് 3:30-നും വൈകിട്ട് 4:45-നും കേൾക്കാം. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരങ്ങളായ മനു ഭാക്രയെയും സർബ്ജോത് സിംഗിനെയും ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. അതേസമയം രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളം ലോക്സഭയെ പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതോടെ ചോദ്യോത്തരവേള തടസ്സപ്പെടുകയും സഭ 12 മണിവരെ നിർത്തിവെക്കുകയും ചെയ്തു. രാജ്യസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഉപാധ്യക്ഷന്മാരുടെ പാനൽ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ ഇന്ന് പുനഃസംഘടിപ്പിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാം മിൻ ചിൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിയറ്റ്നാം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രത്യേക വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഫലം പുറത്തുവന്ന 32 സീറ്റുകളിൽ LDF 18 ഇടങ്ങളിൽ വിജയിച്ചു. UDFന് 12-ഉം NDAയ്ക്ക് 2 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. UPSC അധ്യക്ഷയായി മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പ്രീതി സൂദൻ നിയമിതയായി. മുൻ UPSC അധ്യക്ഷൻ ഡോക്ടർ മനോജ് സോണി രാജിവെച്ച ഒഴിവിലാണ് നിയമനം. പാരീസ് ഒളിമ്പിക്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്ന് കളിക്കളത്തിലിറങ്ങും. ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ഗ്രൂപ്പ് വിഭാഗത്തിൽ ലക്ഷ്യ സെന്നും HS പ്രണോയും ഇന്ന് മത്സരിക്കുന്നുണ്ട്. ഷൂട്ടിംഗ്, അമ്പെയ്ത്ത്, തുഴച്ചിൽ മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. ബോക്സിംഗ് വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലിന ബോർഗോഹൈൻ മത്സരിക്കും. ടേബിൾ ടെന്നീസ് വനിതാ സിംഗിൾസിൽ മണിക ബത്രയും ശ്രീജ അകുലയും ഇന്ന് കളിക്കളത്തിലിറങ്ങും. ഇന്നലെ നടന്ന 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ഷൂട്ടിംഗിൽ മനു ഭാക്കർ, സർബ്ജോത് സിംഗ് സഖ്യം ഇന്ത്യയ്ക്കായി 2ാം വെങ്കല മെഡൽ നേടിയിരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന താരമായി മനു ഭാക്കർ മാറി. ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടു. ടെഹ്റാനിലെ വസതിയിൽ വച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് ഇറാൻസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇസ്മയിൽ ഹനിയ ടെഹ്റാനിലെത്തിയത്. ഹമാസിന്റെ മുഖ്യനായി അറിയപ്പെട്ടിരുന്ന ഹനിയയാണ് സമാധാന ചർച്ചകളിൽ ഹമാസിനെ പ്രതിനിധീകരിച്ചിരുന്നത്. സംഭവത്തിൽ ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കറെ വധിച്ചതായി ഇസ്രയേൽ അറിയിച്ചു. ഇസ്രയേൽ അധീനതയിലുള്ള ഗോലാൻ മലനിരകളിൽ ശനിയാഴ്ചയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിന് ഉത്തരവാദിയാണ് ഫുവാദ് ഷുക്കർ എന്നും ഇസ്രയേൽ അറിയിച്ചു. കുട്ടികൾ ഉൾപ്പെടെ 12 പേരാണ് റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കനത്ത മഴയെ തുടർന്ന് കർണാടകയിലെ പല ജില്ലകളും ദുരിതത്തിൽ. സക്ലേഷ്പൂർ താലൂക്കിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. തീരദേശ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാതകളിലെ വാഹന ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ബംഗളൂരുവിൽ നിന്ന് തീരദേശ കർണാടകയിലേക്കുള്ള ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല രാത്രി 12-ന് ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെ ബോട്ടുകൾ കടലിലേക്ക് പുറപ്പെടും. പാലക്കാട് ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് 39 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2230 പേരെ മാറ്റിപ്പാർപ്പിച്ചു. നെല്ലിയാമ്പതി ചുരം റോഡിൽ കല്ലും മണ്ണും വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഭാരതപ്പുഴയിൽ ജലവിധാനം ഉയർന്നതിനെ തുടർന്ന് പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിൽ വിനാശം വിതച്ച ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 165ആയി. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 1000-ഓളം പേരെ ഇതിനകം രക്ഷപ്പെടുത്തി. വയനാട്ടിലേത് വൻ ദുരന്തമാണെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഗവർണർ വയനാട്ടിലെത്തി. രക്ഷാപ്രവർത്തനം വിലയിരുത്താൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. സംസ്ഥാനത്തെ 49 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പാരീസ് ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ PV സിന്ധുവും ലക്ഷ്യ സെന്നും HS പ്രണോയും ഇന്ന് കളിക്കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം പ്രത്യേക വാർത്താ ബുള്ളറ്റിനുമായി വൈകുന്നേരം 3:30-ന്.